ദാമ്പത്യത്തിന്റെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് സ്പെയിനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വൈദികനോട് ലിയോ 14 പാപ്പ. 24 വയസ്സുള്ള ഫാദർ മിഗ്വേൽ തോവറിനോടാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ജൂലൈ 5 കാർട്ടജീന രൂപതയിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച അദ്ദേഹവും മാതാപിതാക്കളും ലിയോ 14 പാപ്പയെ സന്ദർശിച്ചിരുന്നു. എന്റെ പൗരോഹിത്യ സ്വീകരണം കഴിഞ്ഞ് 1 മാസത്തിനു ശേഷം പാപ്പയെ അഭിവാദ്യം ചെയ്യാൻ കഴിയുന്നത് കർത്താവിൽ നിന്നുള്ള എത്ര വലിയ സമ്മാനമാണെന്ന് യുവപുരോഹിതൻ തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരുന്നു. ആഫ്രിക്കയ്ക്ക് വിവിധ സർക്കാരുകളിൽ നിന്നുള്ള ധനസഹായം വെട്ടിക്കുറച്ചപ്പോഴും ആഫ്രിക്കയെ ചേർത്തുപിടിച്ച് കത്തോലിക്ക സന്നദ്ധ സംഘടനകൾ. സാമൂഹിക നീതിയിലും സമാധാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച റോമിൽ അടുത്തിടെ നടന്ന പരിപാടിയിൽ ആഫ്രിക്കയോടുള്ള തങ്ങളുടെ കരുതൽ വിവിധ കത്തോലിക്ക സന്നദ്ധ സംഘടനകൾ പ്രകടമാക്കി. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാത്തലിക് റിലീഫ് സർവീസ് സംഘടനയും ജർമ്മൻ കത്തോലിക്ക സഭയുടെ വികസന ഏജൻസിയായ മിസറിയും ആഫ്രിക്കയോടുള്ള കരുതൽ പ്രകടിപ്പിച്ചു. റോമിലെ യുവജന ജൂബിലിയിൽ തീർത്ഥാടകർ ധരിച്ച ടീഷർട്ട് ശ്രദ്ധേയമാകുന്നു. ദൈവവചനങ്ങളും വിശുദ്ധരുടെ വാക്കുകളും ചിത്രങ്ങളും പ്രിന്റ് ചെയ്ത ടീഷർട്ടുകളാണ് യുവജനങ്ങൾ ധരിച്ചിരുന്നത്. ഫാഷൻ എന്നതിലുപരിയായി ആത്മീയ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു ഈ വസ്ത്രങ്ങൾ. 2025 ജൂലൈ 28 ഓഗസ്റ്റ് 3 146 രാജ്യങ്ങളിൽ നിന്നുള്ള 10 ലക്ഷം യുവജനങ്ങൾ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും സന്തോഷത്തിന്റെയും ജൂബിലിയിൽ ഒത്തുകൂടിയിരുന്നു. വ്യത്യസ്തമായി തയ്യാറാക്കിയ ഈ ടീഷർട്ടുകളിൽ ദിവ്യകാരുണ്യം, വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ, വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോകുന്ന പിയർ ജോർജിയോ, കാർലോ അക്യൂട്ടൂസ് എന്നിവരുടെ ചിത്രങ്ങളും അവർ പറഞ്ഞ വാക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഫ്രിക്കയിലെ തീവ്രവാദ ഇസ്ലാമിക ഗ്രൂപ്പുകൾ നടത്തുന്ന നരഹത്യയിൽ വർധനവുണ്ടായതായി റിപ്പോർട്ട് പുറത്തുവന്നു. ആഫ്രിക്ക സെന്റർ ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് സമീപകാലത്ത് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ക്രൈസ്തവരാണ്. 2025 ജൂൺ അവസാനം വരെ 22,000-ലധികം മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും പടിഞ്ഞാറൻ, കിഴക്കൻ, മധ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ക്രൈസ്തവരാണ്. 2023 മുതലുള്ള ആക്രമണത്തിൽ 60% വർധനവുണ്ടായതായും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ജീവിതത്തിലെ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ നമുക്ക് ആദ്യം പിന്തുണ ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണെന്ന് ലിയോ 14 പാപ്പ. കഴിഞ്ഞ ദിവസം നടന്ന പൊതുകൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ പീഡാസഹനം, മരണം, പുനരുദ്ധാരണം എന്നിവയെക്കുറിച്ചും പാപ്പ പറഞ്ഞു. നമ്മൾ യേശുക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് എപ്പോഴും ജീവിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കണമെന്നും പാപ്പ പറഞ്ഞു.